5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സുഭാഷിതം ചാനലിൽ നിരവധി വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ അവിടുത്തെ പോളിംഗിൻ്റെ ഒരു ശതമാനം പറഞ്ഞിരുന്നു. ആൾമോസ്റ്റ് 70-നും 75-നും ഇടയ്ക്കെന്ന് പറഞ്ഞു. 74% പോളിംഗ് അവിടെ നടന്നിട്ടുണ്ട്. വളരെ കൃത്യമായി നമുക്കത് പറയാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. രാവിലെ ആദ്യം തന്നെ. രണ്ടാമത് അവിടെ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായി മത്സരിക്കുന്നുണ്ട്. എന്താണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും വിജയസാധ്യതകൾ പരാജയം നമുക്ക് ഒന്നൊന്നായി നോക്കാം. ഓരോ വീഡിയോയിലും ഓരോന്നായി നോക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോഴാകുമ്പോൾ നമുക്ക് അത് കാണുന്നവർക്ക് അതൊരു സുഖം. എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയുമ്പോഴുണ്ടാകുന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് വരും. നമുക്ക് ആദ്യം തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയസാധ്യതകളെക്കുറിച്ചൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഇന്നലെ വരെയുള്ള ഘടകങ്ങൾ എന്താണ്? ഒന്നാമത്തെ ഘടകം ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം അദ്ദേഹം ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്. കുഞ്ഞാലിയെ CPMൻ്റെ കുഞ്ഞാലി MLA ആയിരുന്നവർ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതിന് ശേഷം ആ മണ്ഡലം ആര്യാടൻ മുഹമ്മദാണ് പിടിച്ചിരുന്നത്. അവിടെ അവർക്കൊരു പ്രാവശ്യം മാത്രമാണ് കഴിഞ്ഞ അൻവറിൻ്റെ ഒരു പീരീഡിലാണ് മാറ്റമുണ്ടായത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെയാണ് അൻവർ തോൽപ്പിച്ചത്. പിന്നെ VV പ്രകാശിനെയും തോൽപ്പിച്ചു. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മണ്ഡലം UDF മണ്ഡലമാണ്. UDF മണ്ഡലമാണെന്ന് മാത്രമല്ല ലീഗിൻ്റെ മണ്ഡലം, ലീഗുകാരുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളുള്ള മണ്ഡലമാണ്. മാത്രമല്ല ഹിന്ദുക്കളിലും ഒരു രാഷ്ട്രീയ നിലപാട്, ആര്യാടൻ മുഹമ്മദ് പലപ്പോഴും നല്ല രാഷ്ട്രീയ നിലപാടുകൾ പറയുന്ന വ്യക്തിയായിരുന്നു. അത് പലപ്പോഴും അവിടുത്തെ മുസ്ലിങ്ങളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും അഭിപ്രായമുള്ള ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യാടൻ മുഹമ്മദിൻ്റെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു സാധ്യത അവിടെ വരുന്നു. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ നടപ്പിലാക്കിയ നിരവധി കാര്യങ്ങളെ വെച്ചുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് ഒരു 5-നും 20-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ, 5000-നും 20,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്നാണ് ആര്യാടൻ ഷൗക്കത്തിനോട് വേണ്ടി വാദിക്കുന്നവരും അവിടെയുള്ളവരും പറയുന്നത്. ഇനി ഇതിന് അനുകൂലമായ ഘടകങ്ങൾ. ഒന്ന്, ആൻറ്റി ഇൻകംബൻസ് എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പുള്ള പിണറായി സർക്കാരല്ല ഇപ്രാവശ്യമുള്ളത്. വേണ്ടത്ര ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് പ്രതിസന്ധികൾ വന്നു. അവസാന നാളുകളിൽ RSSുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ളൊരു കൺഫ്യൂഷൻ കൃത്യമായി അവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് CPM മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയൊരു ചേരിതിരിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസ് എന്ന് പറയുന്ന ഒരു വസ്തുത അവിടെ കിടപ്പുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേശീയപാതയുടെ ഉണ്ടായിരുന്ന ദുരന്തങ്ങൾ, ഇങ്ങനെ ഒരുപാട്, പിന്നെ എക്സാലോജിക്കിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുമായി ചേർന്നുള്ള പ്രശ്നങ്ങൾ, പിന്നെ മരുമോനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മുഹമ്മദ് റിയാസുമായിട്ട് ചേർത്ത് കിടക്കുന്ന കുറേ ആക്ഷേപങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി വരികയും സ്വരാജിനും അൻവറിനും ദോഷമായി വരികയും ചെയ്യാം എന്നൊരു വാദമാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിന്നെ പരമ്പരാഗതമായ അതൊരു UDF മണ്ഡലമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. UDF മണ്ഡലം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു UDF മണ്ഡലമല്ല, അത് UDFന് വോട്ട് ചെയ്യുന്ന മണ്ഡലമാണ്, രാഷ്ട്രീയമായി വോട്ട് ചെയ്യുന്ന മണ്ഡലമാണ്. 2016-ൽ ഒരുപാട് ആളുകൾ തോറ്റപ്പോഴും, കുഞ്ഞാലിക്കുട്ടിയും ഡോക്ടർ മുനീറും അടക്കം മലപ്പുറം ജില്ലയിൽ തോറ്റപ്പോഴും ആര്യാടൻ മുഹമ്മദ് ജയിച്ചു കയറിയ മണ്ഡലമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായി അവിടെ ആര്യാടൻ ഷൗക്കത്തിന് വലിയ സാധ്യതയാണുള്ളത്. മുൻപ് ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയും മുനീറും അടക്കമുള്ള ആളുകൾ അവിടെ തോറ്റിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ആ സമയത്തും പിടിച്ചെടുത്തിട്ടുള്ള UDF നിലനിർത്തിയ ഒരു മണ്ഡലമാണ്. ആ നിലയിൽ വലിയ സാധ്യതയാണ് അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇപ്രാവശ്യത്തെ ഒരു ഇടപാട്, സാധാരണ ആര്യാടൻ ഷൗക്കത്തിനോടും ആര്യാടൻ മുഹമ്മദിനോടും ചെറിയ എതിർപ്പുള്ളവരാണ് മുസ്ലിം ലീഗുകാർ, പ്രാദേശിക മുസ്ലിം ലീഗുകാർ. പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തതുപോലെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക. ലീഗുകാരെക്കുറിച്ച് പറയുന്ന മുസ്ലിങ്ങൾ വോട്ടേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു ട്രോൾ, അല്ലെങ്കിൽ ഒരു രസകരമായ കാര്യം, ട്രോളല്ല, കുറച്ച് യാഥാർത്ഥ്യമുണ്ട്, അത് രസകരമായ കാര്യം. കോണി ചിഹ്നം കണ്ടാൽ നിങ്ങൾ വോട്ട് ചെയ്തോണം, നിങ്ങൾ പിന്നെ ഇപ്പുറത്തോട്ട് സ്ഥാനാർത്ഥി ആരെന്ന് പോലും നോക്കരുത്. അങ്ങനെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് വരെ നിന്ന്, അല്ലെങ്കിൽ ബോംബെയിൽ നിന്നിട്ടുള്ള മലയാളം അറിയാത്ത ആളുകൾ വരെ നിന്ന് മലപ്പുറത്ത് നിന്ന് ജയിച്ചു പോയിട്ടുണ്ട്, MP ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കോണിയാണോ വോട്ടടിച്ചോണം എന്ന് പറഞ്ഞ പോലെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക. ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞല്ല ലീഗ് ഇപ്രാവശ്യം വോട്ട് പിടിച്ചിരിക്കുന്നത്, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു ഭരണവിരുദ്ധമായിട്ടാണ് ഇപ്രാവശ്യം. ഇല്ലെങ്കിൽ ഇത് ലാസ്റ്റ് വണ്ടിയാണ്, ഇതില്ല എന്നുള്ള നിലയിൽ ലീഗ് വളരെ വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട്. അത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യമായാലും, അനധികൃത വോട്ടുകൾ വെട്ടിക്കുന്ന കാര്യമായാലും, തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും
വോട്ട് ചെയ്യിക്കുന്ന കാര്യമായാലും ഈ 74% കൊണ്ടുപോയതിൽ ലീഗിന് വലിയ പങ്കുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അവിടെ ഒരു വലിയ സംഘം പ്രവർത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ഡോക്ടർ എം കെ മുനീർ, അങ്ങനെ തുടങ്ങിയ വലിയ സംഘം അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് എന്തെങ്കിലും കുറവ് വന്നുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം പോലും ലീഗിൻ്റെ മണ്ടയിൽ വരുന്ന നിലയിലേക്കുള്ള വലിയ ഒരു ഹൈപ്പ് അവിടെ ഉണ്ടായി. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് 5-നും 20-നും ഇടയ്ക്ക് ജയിക്കുമെന്നാണ് ഷൗക്കത്ത് പക്ഷക്കാരും കുറേ ആളുകളും കൂടി പറഞ്ഞു വെക്കുന്നത്.